അമിതമായ ദേഷ്യം, വൈരാഗ്യബുദ്ധി, ഉറക്കമില്ലായ്മ, അല്ലെങ്കിൽ കൂടുതലായിട്ട് കിടന്നുറങ്ങുക, അമിതമായി ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക, ഉത്തരവാദിത്തങ്ങൾ ഒളിച്ചോടുക, മറ്റുള്ളവരോട് സംസാരിക്കാതിരിക്കുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യം കുറയുക, ഇതെല്ലാം ആങ്സൈറ്റിയുടെയും ഡിപ്രഷൻ്റെയും മാത്രം ലക്ഷണങ്ങളല്ല. നിങ്ങൾക്ക് നിരാശ ബാധിച്ചാലും ഇതെല്ലാം സംഭവിക്കാം. ജീവിതം എന്താണെന്ന് തിരിച്ചറിയലാണ് നിരാശയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആദ്യമാർഗം. ഇന്ന് ഭൂരിഭാഗം വ്യക്തികളുടെയും ജീവിതം സമയം ഓഫ്ലൈനും ഓൺലൈനുമായിട്ട് വേർതിരിച്ചിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം ഓൺലൈനിൽ ലഭിക്കുമെന്ന് നമ്മൾ കരുതരുത്. നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും നല്ല ശീലങ്ങൾ കണ്ടെത്തുക. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുക, നേരത്തെ എഴുന്നേൽക്കുക, നല്ല പുസ്തകങ്ങൾ വായിക്കുക, യാത്രകൾ ചെയ്യുക. യാത്രകളെന്ന് പറയുമ്പോൾ ചെറിയ യാത്രകളാണെങ്കിൽ തന്നെയും അത് നിങ്ങളെ സഹായിക്കും. പിന്നെ ചെടികൾ നടുക, ഗാർഡനിങ്, നല്ല എക്സസൈസുകൾ പ്രാക്ടീസ് ചെയ്യുക, ഇതെല്ലാം നിങ്ങളെ സഹായിക്കും. ഉത്തരവാദിത്തങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടുകയല്ല നിരാശയെ തരണം ചെയ്യാനുള്ള മാർഗം. തിരക്കുകളുള്ളപ്പോൾ നമ്മൾ ബോധപൂർവം പ്രശ്നങ്ങളെ അവഗണിക്കാറില്ലേ? അതുകൊണ്ട് പ്രയോറിറ്റീസിനെ ചേഞ്ച് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. എല്ലാം മനസ്സിൽ സൂക്ഷിക്കാതെ അടുപ്പമുള്ളവരോട് നിങ്ങൾ കാര്യങ്ങൾ സംസാരിക്കുക. അതിൻ്റെ കൂടെ നല്ല ഒരു കൗൺസിലിംഗ്, എക്സ്പേർട്ട് ഒപ്പീനിയൻ സ്വീകരിക്കാൻ സാധിച്ചാൽ വളരെ നല്ലതായിരിക്കും. ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും സർവേ ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു സിവിലൈസ്ഡ് സമൂഹത്തിൻ്റെ ഭാഗമാണ്. ജീവിക്കുക, ജീവനോടെ ഇരിക്കുക, ജീവിച്ചുകൊണ്ടേ ഇരിക്കുക, അതിജീവിക്കുക.